എറണാകുളം AR ക്യാമ്പിൽ വെടിയുണ്ട ചട്ടിയിലിട്ട് വറുത്ത സംഭവത്തിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന് വീഴ്ച സംഭവിച്ചതായി റിപ്പോർട്ട്. AR ക്യാമ്പ് കമാൻഡന്റാണ് അന്വേഷണം നടത്തി സിറ്റി പോലീസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. ഉദ്യോഗസ്ഥന് അബദ്ധം പറ്റിയതാണെങ്കിലും ഇത് ഗുരുതരമായ വീഴ്ചയാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. സനു, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ. സംസ്കാര ചടങ്ങുകളിൽ പോലീസ് ഉപയോഗിക്കുന്ന 303 വിഭാഗത്തിൽപ്പെട്ട ഗണ്ണുകളിൽ ഉപയോഗിക്കുന്ന ബ്ലാങ്ക് അമ്മ്യൂണിസേഷൻ വിഭാഗത്തിൽപ്പെട്ട വെടിയുണ്ടയാണ് കൊച്ചി എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ചട്ടിയിലിട്ട് വറുത്തത്. അതായത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ മരണത്തിന് ഔദ്യോഗിക ബഹുമതി നൽകുന്നതിന് വേണ്ടി വളരെ വേഗത്തിൽ വിളിക്കുകയായിരുന്നു. അതിന് പോകാനായിട്ട് തയ്യാറാവുന്നതിനിടയിലാണ് വെടിയുണ്ടകൾ ക്ലാവ് പിടിച്ച് നശിച്ചിരിക്കുന്ന രീതിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കണ്ടത്. തുടർന്നാണ് ഈ ഉദ്യോഗസ്ഥൻ ഈ വെടിയുണ്ട വളരെ വേഗത്തിൽ ചട്ടിയിലിട്ട് ചൂടാക്കാൻ ശ്രമിച്ചത്. 18 വെടിയുണ്ടകളാണ് ഒരേ സമയം ചട്ടിയിലിട്ട് ചൂടാക്കിയ ഫ്രൈ പാനിൽ, അതായത് എയർ ക്യാമ്പിലെ മെസ്സിലെ ഗ്യാസ് അടുപ്പിൽ ഫ്രൈ പാനിനുള്ളിലാണ് ഈ വെടിയുണ്ടകളിട്ട് ചൂടാക്കിയത്. 2 വെടിയുണ്ടകൾ ഈ ചൂടേറ്റതോടുകൂടി ഈ വെടിമരുന്നിന് തീപിടിക്കുകയും 2 വെടിയുണ്ടകൾ പൊട്ടുകയുമാണ് ഉണ്ടായത്. മറ്റ് വെടിയുണ്ടകളിൽ നിന്ന് വ്യത്യസ്തമായി 303 വിഭാഗത്തിൽപ്പെട്ട തോക്കുകളിൽ ഏത് വിധത്തിലുള്ള ഫയറിങ്ങിനും സജ്ജമായിട്ടുള്ളൊരു ഗണ്ണാണ് 303 വിഭാഗത്തിൽപ്പെട്ട തോക്കുകൾ എന്ന് പറയുന്നത്. നമ്മുടെ പോലീസ് സേനയിൽ ആദ്യകാലങ്ങളിലൊക്കെ ഫ്രണ്ടിലേക്കൊക്കെ പോകുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന തോക്കുകളാണിത്. ഇതിലാണ് ഈ ഔദ്യോഗിക ബഹുമതി നൽകുന്നതിനും പോലീസ് ഉപയോഗിക്കുന്ന ഇത്തരം ഗണ്ണുകളാണ്. അതായത് ഈ വിഭാഗത്തിൽപ്പെടുന്ന ബ്ലാങ്ക് അമ്മ്യൂണിസേഷൻ വിഭാഗത്തിൽപ്പെടുന്ന വെടിയുണ്ടകളിൽ ശബ്ദവും പുകയും മാത്രമേ വരുള്ളൂ, മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടാവില്ല. എന്തായാലും ഈ മെസ്സിലെ ഗ്യാസ് അടുപ്പും അതേപോലെ നിരവധി വിറകുകളും ഇരിക്കുന്നതിനിടയിലാണ് ഇത്തരം ഒരു പൊട്ടിത്തെറി ഉണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥന് സംഭവിച്ചത്, അതായത് ഈ എയർ ക്യാമ്പിലെ ആയുധപ്പുരയുടെ സംരക്ഷണ ചുമതലയുള്ള SIക്ക് സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണെന്നാണ് എയർ ക്യാമ്പ് കമാൻഡന്റ് നൽകിയിരിക്കുന്ന, അതായത് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയിരിക്കുന്ന പ്രാഥമിക അന്വേഷണത്തിൽ റിപ്പോർട്ടിലുള്ളത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചത്. മനഃപൂർവ്വമല്ലാത്ത വീഴ്ചയാണെങ്കിലും സംഭവം ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ചയാണ്. അതായത് കേരള പോലീസിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയമായി ഇത് മാറിയെന്നും കമാൻഡന്റ് ജില്ലാ പോലീസ് മേധാവി പുട്ടവിമലാദിത്യക്ക് നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടികളുണ്ടാവും. ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായിട്ട് ഈ ചുമതലകളിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടില്ല. തുടർ നടപടികൾ 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ആതിര. ശരി, സാനു കെ സജീവാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.